ഹലോ ഫ്രണ്ട്സ്, മഴതോരു മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപ്പച്ചൻ അലീനെ വന്ന് ഉപദേശിക്കുന്നുണ്ട്. മോളെ, ഈ ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ടോ? വെറുതെ പട്ടിണി കിടന്ന് സ്വന്തം തടി കേടാക്കുന്നതല്ലാതെ ഇതൊന്നും ഒരു ഫലം കാണില്ല. സാരമില്ല, എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ല നാളെ ആയാലും ഇതിന് ഫലം കാണുമെന്ന് എന്ന് പറയാനിട്ട് നമ്മൾ അലീന. അപ്പോൾ വീണ്ടും അലീന ചോദിക്കുന്നുണ്ട്, ഇത്രയും ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട് എന്നിട്ടും കേണലിൻ്റെ ഭാര്യയോ മക്കളോ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതെന്താ കാര്യം? അവരൊക്കെ അഞ്ചലാണെന്നല്ലേ താമസം എന്ന് പറഞ്ഞത്. അഞ്ചലും ഈ സ്ഥലവും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല അപ്പച്ച. പിന്നെന്തേ അവർക്കൊന്ന് വന്ന് പോയിക്കൂടെ? എടി, അതെ, ഈ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര ഭക്തിക്കാരിയാണ്. ഏത് നേരവും ധ്യാനം കൂടുതലും പ്രാർത്ഥനയും ഒക്കെയാണ്. ഈ മാസം തിരുവല്ലയിലാണെങ്കിൽ പിന്നെ അടുത്ത ദിവസം കോട്ടയത്ത്, അങ്ങനെ പാറിക്കോട് നടക്കുക. അത് ശരി. അങ്ങനെയാണെങ്കിൽ പിള്ളേരുടെ കാര്യമൊക്കെ ആരാ നോക്കുന്നത്? അതിനവിടെ റീത്താമയുണ്ടല്ലോ, അവർക്ക് വേറെ പണിയൊന്നുമില്ല അപ്പച്ച. അവരടുത്തടുത്ത വീടുകളിലടി താമസം. എൽസമ്മയും റീത്താമയും. എൽസമ്മയ്ക്ക് റീത്താമയുടെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ലാലിച്ചൻ അഞ്ചലിൽ വീട് വാങ്ങിക്കൊടുത്തത്. അക്കാലത്തെ ലാലിച്ചൻ മിലിറ്ററിയിലല്ലായിരുന്നോ? പിന്നെ എൽസമ്മയുടെ കുടുംബക്കാരെല്ലാവരും താമസിച്ചിരുന്നത് അഞ്ചലിലുമായിരുന്നു. എന്നാൽ പിന്നെ എൽസമ്മയും പിള്ളേരും അവരുടെ അടുത്ത് താമസിച്ചോട്ടെ എന്ന് ലാലിച്ചനും കരുതി. അവർക്കൊരു സഹായത്തിന് ബന്ധുക്കളെല്ലാവരും തൊട്ടടുത്തുണ്ടല്ലോ. അത് ശരി. കേണൽ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോഴേ അഞ്ചലിൽ പോയി ഭാര്യയുടെ മക്കളുടെയും കൂടെ താമസിക്കത്തെ എന്താ? ആ സമയത്തല്ലേ അവന് ഈ ബംഗ്ലാവും എസ്റ്റേറ്റും ഒക്കെ വാങ്ങിയത്. അവൻ ഇവിടെ താമസിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എൽസമ്മയും മക്കളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടെ? പിള്ളേരെ അഞ്ചലും പുനലൂരും ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിള്ളേരെയൊക്കെ പെട്ടെന്ന് എങ്ങനെ മാറ്റും? റീത്താമ്മയുടെ ആങ്ങളമാരുടെ സഹകരണവും നോട്ടമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ്. ഏതായാലും എൽസമ്മയും പിള്ളേരും ഇങ്ങോട്ട് വന്നില്ല. ലാലിച്ച നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടൊന്ന് താമസിപ്പിച്ചു വിടായിരുന്നു. അതിന് എൽസമ്മയ്ക്ക് റീത്താമ്മ പറഞ്ഞതാണ് വേദവാക്യം. റീത്താമ്മ പറഞ്ഞു കുളത്തുപുഴ പോകണ്ടെന്ന്. അതിന് വല്യപ്പച്ചനും വീട്ടുകാരും കൂടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടായിരുന്നോ? മോളെ, ഞാൻ പറഞ്ഞ ലാലിച്ചൻ കേൾക്കോ? ഇല്ലല്ലോ. ആര് പറഞ്ഞാലും കേൾക്കില്ല. അല്ലെങ്കിലും എൽസമ്മയും ലാലിച്ചനും തമ്മിൽ ആദ്യം മൂലേ സ്വരച്ചേർച്ചയില്ല. അതെന്താ അങ്ങനെ? എൽസമ്മ അങ്ങനെ വഴക്കാളിയാണോ? വഴക്കൊന്നുമില്ല. എന്നാലും എൽസമ്മയ്ക്ക് അവളുടെ വീട്ടുകാരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും ഒക്കെയാണ് വലുത്. ഭാര്യ വീട്ടുകാരുമായി ചേർന്നാലേ പിന്നെ അടർത്തിക്കൊണ്ട് വരാൻ വലിയ പാടാണ്. റീത്താമ്മയ്ക്കും ആങ്ങളമാർക്കും ലാലിച്ചനെ കണ്ടൂടാ. ലാലിച്ചൻ അവരെ ഇഷ്ടമല്ല. പിന്നെ ലാലിച്ചൻ മിലിറ്ററിയിലായിരുന്ന സമയത്ത് മക്കളൊക്കെ വളർന്നതും പഠിച്ചതും എല്ലാം റീത്താമ്മയുടെയും അവരുടെ ബന്ധുക്കളുടെയും കൂടെയല്ലേ. അതുകൊണ്ട് ആ പിള്ളേർക്കും ലാലിച്ചനേക്കാളും വലുത് അമ്മ വീട്ടുകാരാണ്. അതിപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ വീണ്ടും അലീന ചോദിക്കുന്നുണ്ട്, ഈ റീത്താമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഭർത്താവും മക്കളും ഒന്നുമില്ലേ? ഭർത്താവ് മരിച്ചുപോയി, പിന്നെ മക്കളുണ്ട്. പപ്പ എന്തുകൊണ്ടാണ് അഞ്ചലിൻ്റെ വീട്ടിൽ പൊക്കൂടായിരുന്നോ? ഞാൻ വന്ന ശേഷം ഒരു ദിവസം പോലും അങ്ങോട്ട് പോയില്ലല്ലോ. സ്വര ചേർച്ചയില്ല, അതാണ് കാര്യം. എൽസമ്മയുടെ വീട്ടുകാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ ലാലിച്ചന് തീരെ താല്പര്യമില്ല. അപ്പോൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലും എൽസമ്മയും മക്കളും അനുസരിക്കത്തില്ലേ? എടി മോളെ, അങ്ങനെ അനുസരിപ്പിച്ചതുകൊണ്ട് എന്താ കാര്യം? മനസ്സുകൊണ്ടൊരു അടുപ്പം തോന്നണ്ടേ? അത് അവരുടെ ഇടയിൽ ഇല്ല. മക്കൾക്ക് അമ്മ വീട്ടുകാരെ മതിയെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ലാലിച്ചനും തീരുമാനിച്ചു. വഴക്കില്ലല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു ബന്ധം അങ്ങനെയൊക്കെ തണുത്ത് മരവിച്ചങ്ങ് പോയി. ഇനിയിപ്പോൾ കൂട്ടിയിണക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും പപ്പയ്ക്ക് ആ മക്കളോട് സ്നേഹമില്ലായിരുന്ന വല്യപ്പച്ച? ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. അവൻ്റെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ. അവൻ ആരെ ഒന്നിനും നിർബന്ധിക്കില്ല. അവനെയും ആരും ഒന്നും നിർബന്ധിക്കാൻ പാടില്ല. എൽസമ്മയ്ക്കും പിള്ളേർക്കും ആവശ്യമുള്ളത് കൊടുക്കുന്നുണ്ട്. പൈസയായിട്ടും ഒക്കെ ഇഷ്ടം പോലെ കൊടുക്കുകയാണ്. അത് അവരെങ്ങനെ ചിലവാക്കുന്നോ എന്തിന് ചിലവാക്കുന്നോ എന്ന് പോലും അവൻ തിരക്കാറില്ല. ഇങ്ങോട്ടൊരു താല്പര്യം ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടും ഉണ്ടാവുള്ളൂ. ആ പിള്ളേർക്ക് സ്വന്തം പപ്പയെ കാണണമെന്നൊന്നും ആഗ്രഹമില്ലേ വല്യപ്പച്ച? ചിലവിന് കൊടുക്കുന്നത് ആ പപ്പയല്ലേ. പിന്നെ എൽസമ്മയും അവളുടെ ആങ്ങളമാരും എല്ലാം കൂടെ ചേർന്ന് പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കാം. എന്ത് തെറ്റിദ്ധാരണ? ലാലിച്ചൻ ഭയങ്കര കുടിയനും ക്രൂരനും ദുഷ്ടനും ഒക്കെയാണെന്നാണ് പറഞ്ഞു വച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്നും ആര് നോക്കിയാലും തിരുത്താൻ പറ്റത്തില്ല മോളെ. ആ കുട്ടികൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കോ? അതൊക്കെ ആര് തിരക്കുന്നു? മൂത്തവൾ കോളേജിൽ ടാനിയ, രണ്ടാമത്തവൾ ടെൽസ. അതിന് ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട്. പിന്നെ ഇനിയുള്ളത് ടോജോ, അവൻ പഠിക്കുകയാണ്. അപ്പോൾ ആ അസുഖത്തിന് കുട്ടിയെ ചികിത്സിക്കുന്നുണ്ടോ? പപ്പയല്ലേ അതൊക്കെ നോക്കേണ്ടത്? ഉള്ളത് പറഞ്ഞാൽ ഭാര്യയും മക്കളും ഒക്കെ അവൻ്റെ പിടിയിൽ പറ്റത്തില്ല. പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിടി അങ്ങ് വിട്ടേക്കും, അത്രയേ ഉള്ളൂ. ഭാര്യയും മക്കളും വേണോ അതോ മനസ്സമാധാനം വേണോ എന്ന് അവനൊരവസ്ഥ വന്നപ്പോൾ അവർ രണ്ടാമത്തെ കാര്യം
തിരഞ്ഞെടുത്തു. മനസ്സമാധാനമല്ലേ വേണ്ടത്. എന്നാലും ഒരു വശത്ത് സ്വന്തം മക്കളല്ലേ. മക്കളായാലും മരങ്ങളായാലും ഒരു വശത്തേക്ക് കണ്ടമാനം വളർന്ന് ചാഞ്ഞു പോയാൽ പിടിച്ച് നേരെയാക്കാൻ പറ്റത്തില്ല മോളെ. അതാണ് അതിൻ്റെ സത്യം. അപ്പം തന്നെ അലീനയ്ക്ക് ഇതെല്ലാം കേട്ട് ആകെ വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ. ഈ കുടുംബം ഇനി ശരിയാക്കി എടുക്കാൻ കഴിയില്ലേ, പപ്പയുടെ കുടുംബം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമാവസ്ഥ നമ്മുടെ അലീനയ്ക്ക് പെട്ടെന്ന് തന്നെ വന്നു. അങ്ങനെ നമ്മുടെ ആൽബി സ്റ്റാൻലിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പച്ചൻ അവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പെൺകൊച്ചിന് മോളാന്ന് പറഞ്ഞ് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഓ എടാ, വെറുതെ വളഞ്ഞു കെട്ടി എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്. നേരെ അവിടെ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. എന്തായാലും അപ്പച്ചൻ പറഞ്ഞ വിവരങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ പിന്നീടൊരു പരാതിയും പറഞ്ഞിങ്ങോട്ട് വരില്ലേ. ഇപ്പം നിനക്ക് എന്താ അറിയേണ്ടത് എന്ന് ആൽബിച്ചനോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആൽബി ചോദിക്കാണ്, ആ പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ലാലിച്ചായ. എടാ ആൽബി, എല്ലാവരോടും വിസ്തരിച്ച് പറഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ വാങ്ങിച്ച് അലീനെ കൊണ്ടുവരാൻ ഇവിടെ കല്യാണം വല്ലതുമാണോ? ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും ഞങ്ങളോടും ഒരു വാക്ക് പറയായിരുന്നു. ഞാൻ അറിയാത്ത ഒരു മകളുണ്ടെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഞാൻ തന്നെ വലിയ പാടുപെട്ടു. പിന്നെ അപ്പം നിൻ്റെയൊക്കെ കാര്യം പറയണുണ്ടോ? ആരോട് പറഞ്ഞാലും അവരെ ഇടംകൊല്ലിടും. കഴിയുന്നത്ര തടയാനും അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നിന്നോടൊക്കെ പറയാത്തത്. അത് ശരി. അപ്പോൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്. മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. എനിക്ക് പണ്ടത്തെ ബന്ധത്തിലെ ഒരു കുഞ്ഞുണ്ടായി. ഇത്രയും കാലം അവൾ അനാഥയായിട്ട് ജീവിച്ചു. പിന്നെ അവൾ വലുതായി. ഇപ്പം ഞാൻ അങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഇനിയിപ്പോൾ എന്താ? ലാലിച്ചൻ സ്വന്തം കാര്യം മാത്രമേ നോക്കിയുള്ളൂ, ഞങ്ങളെ കാര്യമൊന്നും നോക്കിയില്ല. എടാ, നിങ്ങളെയൊക്കെ ഓർത്തെന്ന് പറഞ്ഞ് എന്ത് പുണ്യം കിട്ടാനാ? നിങ്ങളോട് പറഞ്ഞാലും ഇത് തന്നെ പറയും അല്ലേ? അല്ല, ഞങ്ങൾക്കും ഇതിൻ്റെ നാണക്കേട് അനുഭവിക്കണമല്ലോ. ലാലിച്ചന് തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് അത്രയും തൊലിക്കട്ടിയൊന്നുമില്ല. എന്താടാ നിനക്കൊക്കെ എൻ്റെ അത്ര തൊലിക്കട്ടി ഇല്ലാത്തത്? എൻ്റെ അപ്പൻ അവതക്കൂട്ടി തന്നെയല്ലേ നിൻ്റെയൊക്കെ അപ്പൻ? അതോ നീയൊക്കെ മേഡ് ഇൻ ചൈനയാണോ? ദേ ലാലിച്ച, എന്താ ഈ പറയുന്നത്? കുടുംബത്തിൻ്റെ അഭിമാനം നോക്കട്ടെ. എടാ ആൽബി, 24 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു. അതിലൊരു കുഞ്ഞുണ്ടായിപ്പോയി. ഇനിയിപ്പോൾ ഇത്രയും വർഷം പുറകോട്ട് പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതെങ്ങനെ ലാലിച്ചൻ ആ മകളാണ് സമ്മതിച്ചത്. അതുകൊണ്ടല്ലേ ഏറ്റെടുക്കേണ്ടി വന്നത്. എടാ, കഴിഞ്ഞ 24 വർഷം കൊണ്ട് ആരോരുമില്ലാതെ ഓർഫണേജിൽ കിടക്കായിരുന്നു എൻ്റെ കൊച്ചു. അതെൻ്റെ മോളാണെന്ന് അറിഞ്ഞ ശേഷം എങ്ങനെയാടാ ഞാൻ അവളെ ഉപേക്ഷിക്കുന്നത്? നീയും ഒരു അപ്പനല്ലേ, ഒരു മനസാക്ഷിയൊക്കെ വേണ്ടേ? എൻ്റെ മറ്റു കുട്ടികളെപ്പോലെ തന്നെയല്ലേ അവൾ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? 2 കണ്ണ്, 2 ചെവി, 2 കാല്, വായും തലയും മൂക്കും എല്ലാം ഒത്ത മനുഷ്യ കുഞ്ഞ് തന്നെയാണ് അലീനയും. ടാനയും ടെൽസയും പോലെ തന്നെയാണ്. നാട്ടുകാരും വീട്ടുകാരും അംഗീകരിച്ച് കല്യാണം കഴിപ്പിച്ച് തന്ന അതിലുണ്ടായ കുഞ്ഞുങ്ങളാണ് അതെല്ലാം. ഇതങ്ങനെയാണോ? ഏതോ ഒരുത്തി പ്രസവിച്ചത്, പിഴച്ച് പെറ്റവൾ എന്ന് ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇതിനൊരു പേരിടും. ലാലിച്ച അതിൻ്റെ അവിഹിത സന്തതി, അതാണ് അതിൻ്റെ പേര്. അത്രയല്ലേ ഉള്ളൂ. നിങ്ങളങ്ങനെ വിളിച്ചോ. എൻ്റെ മോള് ഓർഫണേജിൽ കഴിയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ അവിഹിത സന്തതി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത് ഞാനങ്ങ് സഹിച്ചു. അത് ശരി, നിങ്ങൾ മാത്രം സഹിച്ചാൽ മതിയോ? ഞങ്ങൾ സഹിക്കണ്ടേ? എൽസമ്മ ചേച്ചി മക്കളും ഒക്കെ സഹിക്കണ്ടേ? പിന്നെ അതിനൊക്കെ മാനനഷ്ടത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ തരാം. ചോദിച്ചാൽ മതി. ഞാൻ ആ കടം അങ്ങ് തീർത്തേക്കാം. ഇങ്ങനെയൊക്കെ തർക്കിക്കുന്നവരോട് ഞാൻ എന്ത് പറയാൻ? ന്യായം പറയാൻ മനസ്സിലാക്കണ്ടേ? എനിക്ക് മനസ്സിലായടാ അതുകൊണ്ടാണ് പറയണത്. ഞാൻ നിർത്തി. ഞാൻ ഫോൺ വെക്കുക. ശരി, എന്നാൽ പിന്നെ വെച്ചോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാട്ടോ. അപ്പോൾ തന്നെ ആൽബി സേവിച്ചനോട് പറയണം കേട്ടോ. സേവിച്ചനല്ല, റോബിച്ചനോട് പറയുകയാണ്. അയാളുടെ പട്ടാളക്കാരൻ്റെ തനി സ്വഭാവം എടുത്തു. ഫോണും കട്ട് ചെയ്തു. സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഇനിയിപ്പോൾ ആലോചിക്കണം, അല്ലാതെ ഒരു നിവർത്തിയില്ല. അത് ശരി. അങ്ങനെ അവരാലോചിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി വണ്ടി എടുത്തൊരു പോക്കങ്ങ് പോകട്ടോ. അപ്പോൾ അപ്പച്ചൻ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ലാലിച്ചാ നീ എങ്ങോട്ട് പോവാ? ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. എടാ, നിന്നോടല്ലേ പറഞ്ഞത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണം, അല്ലാതെ മിണ്ടാതെ പോകരുതേ. നീ എങ്ങോട്ടാണ് പോകുന്നത്? എപ്പോഴാണ് തിരിച്ചു വരുന്നത്? ഞാൻ വരാൻ കുറച്ച് ലേറ്റാവും എന്ന് മാത്രം പറഞ്ഞിട്ട് വണ്ടി എടുത്തും കൊണ്ടൊരു പോക്ക് പോവാട്ടോ. ആൻ്റപ്പനോട് പറഞ്ഞുകൊണ്ട്, ഇവനിത് എന്ത് പോക്കാണ് പോകുന്നത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നീ ഒന്നും ചോദിച്ചതുമില്ലേ? ഇല്ല. നിന്നെയൊക്കെ എന്തിനടാ കൊള്ളാം. അല്ല, കുട്ടിച്ചാൻ ചോദിച്ചിട്ട് മറുപടിയൊന്നും കിട്ടിയില്ലല്ലോ. അത് നമ്മളെ അപ്പനും അങ്ങനെയാണ്. നമ്മുടെ നടുവിലേക്ക് കയറി നുണയ്ക്കില്ലേ നീ എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പനിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അലീന ഒന്ന് ചോദിക്കുന്നുണ്ട്, കുട്ടിച്ചാൻ എന്താ ഇവിടെ? അല്ല, അവനിതേ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോയി. ഭയങ്കര ദേഷ്യത്തിലാണ്. എന്താ കാര്യം എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ദേഷ്യപ്പെടാൻ വേണ്ടി എന്താ ഉണ്ടായത്? എൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് കേണലോട്ട് വഴക്കുണ്ടായോ? എടി, അതൊന്നുമല്ല കാര്യം. നമ്മൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് സ്മോൾ അടിച്ചാൽ തീരാവുന്ന വഴക്കുകളേ ഉള്ളൂ. ഇത് അതൊന്നുമല്ല. ഇത് വേറെ എന്തോ ആണ് കാര്യം.
എന്നാലും എവിടെ പോകണോ എങ്ങനെ പോകണമെന്നൊന്നും ഒരു വാക്ക് പോലും പറയാതെ സാരയില്ല മോളെ, അവൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഇനി വരും, അന്നേരം നമുക്ക് എവിടെയാണ് പോയേന്നൊക്കെ ചോദിക്കാം, അത്രയേ ഉള്ളൂ. ആൻ്റപ്പനും മൊത്തത്തിൽ എല്ലാം കൂടെ കണ്ടിട്ട് ദേഷ്യം വന്ന് ആൻ്റപ്പനും അങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ വീണ്ടും നമ്മുടെ അപ്പച്ചനോട് വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്. മുറിയിൽ വന്നിരുന്ന് പപ്പ അഞ്ചലിലേക്കാണ് പോയെന്നുള്ളത് ഉറപ്പാണോ? അവൻ ആരോടും ഒന്നും പറയത്തില്ലല്ലോ, ദേഷ്യപ്പെട്ടാണ് പോയത്. അവനാണെങ്കിൽ ദേഷ്യം കൂടുമ്പോൾ സ്പീഡോമീറ്ററിൻ്റെ സൂചിയും കൂടും. എന്നാൽ ഈ പപ്പ എന്താ കാണിക്കുന്നത്? എങ്ങോട്ടാണ് പോയത്? നമ്മളൊന്നും പപ്പയുടെ ആരുമല്ലേ, ഒന്ന് തുറന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ഇതാണ് അവൻ്റെ സ്വഭാവം. അങ്ങോട്ടൊന്നും ചോദിക്കാനും പാടില്ല, ഇങ്ങോട്ടൊന്നും പറയാനും പാടില്ല. അതാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണല്ലോ ഈ പപ്പ. എടി, ഇതായിരിക്കും അവൻ്റെ സുഖജീവിതം. വല്യപ്പച്ച ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? എപ്പോഴും കള്ളും കുടിച്ച് ചുരുട്ടും വലിച്ച് കുറേ നായ്ക്കളെയും താലോലിച്ച്. എടി, അവറ്റകൾ തിരിഞ്ഞ് നിന്ന് കുരയ്ക്കുകയും കടിക്കുകയും ഒന്നുമില്ലെന്നാ അവൻ പറയുന്നത്. ഒരു കണക്കിന് ശരിയാണ്, കൊടുക്കുന്ന തീറ്റിക്ക് നന്ദി കാണിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും കൂടെ പണ്ടേ നോക്കിയിരുന്നെങ്കിലേ ഇതെല്ലാം പരിഹരിച്ചുകൂടിയ. വല്യപ്പച്ചൻ ലോകവിവരം ഉള്ള ആളല്ലേ? ആയിരുന്നു, പക്ഷേ ഇപ്പം കുറവാണ്. അതെങ്ങനെ വിവരം കുറയുന്നത്? പ്രായമായില്ലേ മോളെ, തലച്ചോറിലെ കോശങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ കുറേ ലോകവിവരങ്ങളൂടെ നശിച്ചു പോവില്ലേ? വലിയ ആളാവില്ലേ? വലിയൊരു കണ്ടുപിടുത്തം വന്നിരിക്കുന്നു. എൻ്റെ മോളെ, ലാലിച്ചൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടരുത്, അതാണ് അവൻ്റെ സ്റ്റാൻഡ്. അങ്ങോട്ട് ചെന്നാൽ അവന് ദേഷ്യം വരെയും ചെയ്യും. റീത്താമേണ്ടല്ലോ, അവരെ ലാലിച്ചന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എനിക്കും അവരത്ര നല്ലതായിട്ട് തോന്നിയില്ല. എന്നാൽ അലീനയും അവരുടെ ആ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ഒരു വല്ലാത്ത നെഗറ്റീവാണ്. അവരെന്തിനാ ഇങ്ങനെ എൽസമ്മയെ പിടിച്ചു വച്ചിരിക്കുന്നത്? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിപ്പിക്കുകയല്ലേ വേണ്ടത്? അവരെന്തിനാ പപ്പയുടെയും ഭാര്യയുടെയും ഇടയിൽ കയറി അങ്ങ് നിൽക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേലെ കൊച്ചേ. എന്താ കാര്യമൊന്നും ഒന്നും അറിയില്ല. വല്യപ്പച്ചൻ അവരോട് സംസാരിച്ചിട്ടില്ലേ? എൻ്റെ മോളെ, അവർ സംസാരിക്കുമ്പോൾ ലാലിച്ചന് 100 കുറ്റമാണ്. കള്ളുകുടിയൻ, മുൻകോപക്കാരൻ, പുകവലിക്കാരൻ, ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തവൻ, ആഭാസൻ എന്ന് വേണ്ട ഈ ലോകത്തുള്ള സകല ദുശീലങ്ങളും ആ സ്ത്രീ ലാലിച്ചന് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കണ്ടേ? എനിക്ക് വയ്യ. ഒരു നല്ല വാക്കുമല്ല റീത്ത അമ്മ പറയില്ല. അത്രയ്ക്ക് കൊള്ളരുതാത്തവനാണെങ്കിൽ ഇങ്ങനെ താമസിപ്പിക്കുമോ പാപ്പ? അല്ല, അതൊക്കെ ലാലിച്ചന് ഇതുപോലെ ദുഷ്ടത്തിനായിട്ടാണ് അവരൊക്കെ തീരുമാനിച്ച് വച്ചിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ലല്ലോ അപ്പച്ച. ഞാനിപ്പോൾ ജനിച്ചു പോയി, അതിപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടാണോ? 10-23 വർഷം മുമ്പ് നടന്ന സംഭവം. ഇനിയിപ്പോൾ വെറുപ്പും വൈരാഗ്യമൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പപ്പയുടെ മക്കളെ പ്രസവിച്ച ആ സ്ത്രീ എന്നെ മോളെ നിന്ന് വിളിച്ചാൽ മതി, ഞാൻ ആ മടിച്ചെന്നൊന്ന് വീഴുമല്ലോ. അങ്ങനെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നും ആർക്കും ഇല്ല മോളെ. അതിപ്പോൾ അവർക്ക് മാത്രമല്ല, ഈ പറയുന്ന എനിക്കുമില്ല. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും പല മനുഷ്യന്മാരാണ്. ചെകുത്താനുണ്ട്, മാലാഖയുണ്ട്, പണക്കൊതിയനുണ്ട്, പെൺകൊതിയന്മാരുണ്ട്, സ്വാർത്ഥനുണ്ട്, നീചനുണ്ട്, ദുഷ്ടനുണ്ട്, കൊലപാതകയുണ്ട്. ഇതിൽ ഏതിനാണോ കൂടുതൽ തീറ്റയും വെള്ളവും കൊടുക്കുന്നത് അതങ്ങ് വളർന്ന് പന്തലിക്കും. ബാക്കിയുള്ളതൊക്കെ ഗ്രഹണി പിടിച്ചതുപോലെ മുരടിച്ചങ്ങ് പോവും. അങ്ങനെയാണ് ഭൂമിയിൽ നല്ലവരും ദുഷിച്ചവരും ഒക്കെ ഉണ്ടാവുന്നത്. ഇതാണോ ലോകവിവരം കുറഞ്ഞു പോയി എന്ന് പറയുന്നത് അല്ലേ? ഇതൊക്കെ എന്ത്? ഞാൻ എന്തായാലും എൻ്റെ സമരം നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല വല്യപ്പച്ച. ഇത് അടുക്കള ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കേണലിങ്ങനെ ചിതൽപ്പുറ്റു പോലെ ഇരിക്കുകയല്ലേ, ആരെയും അടുക്കയില്ല, ആരോടും അടുക്കയില്ല. ഒരു സൈഡിൽ നിന്ന് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് പപ്പയുടെ തനി രൂപം പുറത്തെടുക്കണം. എവിടെയെങ്കിലും ഒരു കുഞ്ഞു വാതിൽ തുറന്നു കിട്ടിയാൽ മതി, ഞാൻ അതുവഴി കയറിക്കോളാം. മോളെ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ഇത്. അല്ലെന്ന് എനിക്കറിയാം അപ്പച്ച. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുവാണെങ്കിൽ എന്തൊരു സന്തോഷമാണ് വല്യപ്പച്ച. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പന് മക്കളുടെ വില അറിയത്തില്ല, മക്കൾക്ക് അപ്പൻ്റെ വില അറിയത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയുടെ വിലയും അറിയത്തില്ല. ഇതൊക്കെ സ്വന്തം കൺമുന്നിലുള്ളത് കൊണ്ടാണ് വിലയറിയാത്തത്. ഇതൊന്നും ഇല്ലാതിരുന്നവളാണ് ഞാൻ. എനിക്കറിയാം ഇല്ലാത്തിൻ്റെ വില എത്രയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അലീനയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോകണം കേട്ടോ. കുഞ്ഞുനാളിൽ ഓർഫണേജിൽ നിന്നല്ലേ ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. കൂട്ടിന് ആരും ഉണ്ടാവില്ല, കുറച്ച് അനാഥ കുട്ടികൾ മാത്രമേ ഉള്ളൂ. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ഓരോരുത്തരും അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും താലോലിക്കുകയും യാത്ര പറഞ്ഞ് പോവുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൊതിയാവും. എനിക്ക് ഇങ്ങനെ തരാനൊന്നും ആരുമില്ലായിരുന്നെന്ന് ഒരുപാട് ഞാൻ കൊതിച്ചിട്ടുണ്ട്. എനിക്കും ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന് എന്നൊക്കെ ഇങ്ങനെ പപ്പച്ചനോട് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയാനുണ്ട്. ഡീറ്റെയിൽഡ് എപ്പിസോഡിൽ വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്